വേനൽ ചൂട് കടുക്കുമ്പോൾ വെള്ളറടയ്ക്ക് പറയാനുണ്ട് ഒരു ദുരിത കഥ. വെള്ളത്തിന്റെ അറകളാൽ സമ്പന്നമായതിനാൽ വെള്ളറട എന്ന പേര് കിട്ടിയ നാട്ടിൽ സ്വന്തമായി കുടിവെള്ള പദ്ധതികൾ ഒന്നും തന്നെ ഇല്ലാത്തതാണ് ഇവിടത്തുകാരുടെ ദുരിതം. വെള്ളറട പഞ്ചായത്തിലെ കുടിവെള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ നിർമ്മിച്ചതായിരുന്നു ഈ കാണുന്ന കോവലൂർ കുടിവെള്ള പദ്ധതി. കോവല്ലൂർ ആറ്റിന് സമീപത്തു നിന്നും വെള്ളമെടുത്ത് ശുദ്ധീകരിച്ച് നെല്ലിശ്ശേരിയിലെ സംഭരണ കേന്ദ്രത്തിൽ എത്തിച്ച ശേഷം വീണ്ടും ശുചീകരിച്ചായിരുന്നു വിതരണ പദ്ധതി. കേരള വാട്ടർ അതോറിറ്റിയുടെ നിയന്ത്രണത്തിൽ തുടക്കം കുറിച്ച പദ്ധതി അന്ന് നിലവിലുണ്ടായിരുന്ന 12 വാർഡുകളിലെയും ജനങ്ങൾക്ക് ഏറെ ആശ്വാസമായിരുന്നു. എന്നാൽ 2013 കാലഘട്ടത്തിൽ ചുമതല പഞ്ചായത്തിനെ ഏൽപ്പിച്ചത് കൂടിയായിരുന്നു ഇത് സ്മാരകമായി തീർന്നത്. ഈ കിണറിലെ വെള്ളം ഓരോ അംശം ഉണ്ട് എന്ന നിലയിലാണ് അത് മാറ്റിവെച്ചിട്ടുള്ളത്. അത് പരിഹരിക്കാനുള്ള സാങ്കേതിക നടപടികൾ യാഥാർത്ഥ്യമാക്കിയാൽ അത് പഞ്ചായത്താണ് ചെയ്യേണ്ടത്. ആക്കിയാൽ കേരള വാട്ടർ അതോറിറ്റിയുമായി സംയോജിപ്പിച്ച് ഈ പദ്ധതി വിപുലമായ രീതിയിൽ കുടിവെള്ള വിതരണം, ശുദ്ധജല വിതരണത്തിന് വേണ്ടി ഉപയോഗിക്കാൻ നമുക്ക് കഴിയും. അതിനുള്ള മാതൃകാപരവും ഭാവനാപൂർവമായൊരു നടപടിക്കാണ് തദ്ദേശഭരണ സ്ഥാപനം എന്ന നിലയ്ക്ക് വെള്ളറട ഗ്രാമപഞ്ചായത്ത് ശ്രമം നടത്തേണ്ടത്. അതില്ലാത്തതാണ് ഇവിടുത്തെ കുടിവെള്ള ക്ഷാമത്തിന് ഏറ്റവും തടസ്സമായി നിൽക്കുന്നത്. നിലവിൽ 23 വാർഡുകളുള്ള ഗ്രാമപഞ്ചായത്തിൽ ഒരു കുടിവെള്ള പദ്ധതി പോലും ഇല്ല എന്നതാണ് അവസ്ഥ. ആകെയുള്ള കാളിപ്പാറ കുടിവെള്ള പദ്ധതിയിൽ നിന്ന് ലഭ്യമാകുന്ന കുടിവെള്ളമാണ് ഏക ആശ്രയം. ചിലപ്പോൾ 2 ആഴ്ചയ്ക്ക് ഒരിക്കൽ വരണം. ഈ വേനലൊക്കെ ആകുമ്പോൾ ഈ കടുമഴ, ഈ വേനൽ മഴയെന്ന് വെള്ളം ഒന്നാവുന്നില്ല. അപ്പൊ അതിന് വേണ്ട അധികാരികൾ, ഇതിന് വേണ്ടവര് പ്രോജക്റ്റ് എന്തെങ്കിലും നമുക്ക് വെള്ളറട പഞ്ചായത്തോ എവിടെയെങ്കിലും പരിശോധന ചെയ്തെങ്കിൽ വലിയ ഉപകാരമായിരിക്കും. അല്ലാതെ വെള്ളം ആർക്കും കിട്ടുന്നില്ല. സമീപ പഞ്ചായത്തുകളിൽ നിരവധി മിനി കുടിവെള്ള പദ്ധതികൾ രൂപം നൽകി വീടുകളിലേക്ക് യഥേഷ്ടം വെള്ളം എത്തിച്ച് മാതൃക കാട്ടുമ്പോഴാണ് വെള്ളറടയിൽ വേനൽക്കാലം ദുരിതമാകുന്നത്. ടാപ്പ് തുറന്നാൽ കാറ്റ് മാത്രം വരുന്ന പൈപ്പുകളാണ് മലയോര മേഖലയിലെ ഒട്ടുമിക്ക പ്രദേശങ്ങളിലും എന്നുള്ളതാണ് മറ്റൊരു വസ്തുത. ന്യൂസ് 18 വെള്ളറട.